السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ദിവസങ്ങളിൽ ഏറ്റവും ആദരണീയമായ ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിൽ തന്നെയും അതിൻ്റെ അനുഗ്രഹീത സമയങ്ങളിൽ ഒരു സമയമാണ് ഈ സന്ധ്യാ സമയം. അള്ളാഹുവിൻ്റെ ഈ ഭൂമിക്കുപരിയിൽ ഏറെ അനുഗ്രഹീതമായ സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി. വിശിഷ്ടമായ ഈ ഒരു സ്ഥലത്ത് വിശിഷ്ടമായ ഈ സമയം വിജ്ഞാനങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു വിജ്ഞാനമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിജ്ഞാനീയങ്ങളും. ഇവിടെ നമ്മൾ തുടർച്ചയിൽ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം അൽ ആല എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമമാണ്. അൽ ആല അർത്ഥമാക്കുന്നതും തേടുന്നതും ഒക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നമ്മൾ ഈ സംസാരത്തിൽ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ അൽ ആല എന്നതുമായി ബന്ധപ്പെട്ട് പ്രയോഗങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ അന്നദിയുൽ ആല ഒരു ഹദീസിൽ കാണാം അങ്ങനെ ഒരു പ്രയോഗം. അതേപോലെ അർ റഫീഖുൽ ആല മറ്റൊരു പ്രയോഗം, അൽ മലഉൽ ആല എന്നൊരു പ്രയോഗം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല. അതേപോലെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. അഅലൗൻ എന്ന് പറഞ്ഞാൽ അൽ അഅലൗൻ എന്ന് പറഞ്ഞാൽ അഅല എന്നതിൻ്റെ ബഹുവചനം. ഈ പ്രയോഗങ്ങളൊക്കെ അർത്ഥമാക്കുന്നത് എന്താ? പരമോന്നതിയാണ്, ഉന്നത സ്ഥാനവും ഉന്നത പദവിയാണ്. ഇതേ പദപ്രയോഗമാണ് അള്ളാഹുവിൻ്റെ നാമമായ അൽ ആലക്കുമുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ അൽ ആല എന്ന നാമം തേടുന്നത് എന്ത്? അത് ഇൻഷാ അല്ലാഹ് ഈ പ്രയോഗങ്ങൾ
പ്രമാണവചനങ്ങളിൽ വന്നത് ഉൾക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം അന്നദിയുൽ ആല എന്ന് പറഞ്ഞെങ്കിൽ അത്യുന്നതങ്ങളിൽ മലക്കുകളുടെ സഭയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിർവഹിച്ചിരുന്ന ഒരു ദുആയുണ്ട്. അബുൽ അസ്ഹറുൽ അൻമാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഇമാം അബൂ ദാവൂദിൻ്റെ നിവേദനത്തിൽ അദ്ദേഹം പറയാണ്, അന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം കാന ഇദാ അഖദ മദ്ജഅഹു മിനൽ ലൈൽ, രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ്. എന്താ പ്രാർത്ഥന? ബിസ്മില്ലാഹി വദഅതു ജംബി അല്ലാഹുമ്മഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്വാനി വഫുക്ക റിഹാനി വജ്അൽനി ഫിന്നദിയിൽ അഅല. ഈ പ്രാർത്ഥന സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം ഇത് എടുത്ത് ഉദ്ധരിച്ചതും. ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറേ പ്രാർത്ഥനകളുണ്ട്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്തഹു ഫർഹംഹു വഇൻ അർസൽതഹു ഫഹ്ഫദ്ഹു ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക തുടങ്ങി കുറേ ദുആകളുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലുന്നത്. ഇത് ബിസ്മിക റബ്ബി റസൂലുള്ളാഹിൻ്റെ ദുആയിൽപ്പെട്ടതാണ്. അല്ലാഹുവേ റബ്ബേ നിൻ്റെ നാമത്തിൽ ഞാനിതാ ഉറങ്ങാൻ കിടക്കണം. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, പടച്ചോനെ എനിക്ക് നീ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണമേ. വഅഖ്സി ശൈത്വാനി, എൻ്റെ കൂടെയുള്ള ശൈത്താനെ നീ പരാജയപ്പെടുത്തണമേ. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ കൂടെ ഓരോ മലക്കുണ്ട്, ഓരോ കരീനുമുണ്ട്. കരീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ജിന്ന്, അതെല്ലാവരുടെയും കൂടെ ഉണ്ട്. നന്മയിലേക്ക് പ്രേരണയേകാൻ മലക്കുമുണ്ട്, തിന്മയിലേക്ക് പ്രേരണയേകാൻ ജിന്നുമുണ്ട്. കരീൻ എന്നാ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണത് നിങ്ങളുടെ കൂടിയുണ്ടോ? അപ്പോൾ റസൂൽ പറയാണ് എൻ്റെ കൂടിയുണ്ട്. പക്ഷേ എൻ്റെ കരീനെ എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തോൽപ്പിച്ചു. അത് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞെങ്കിൽ നബിയെ ദുർമന്ത്രണം നടത്താനില്ലാത്ത വിധം എന്ത് ചെയ്തു? ആ കരീൻ വിശ്വാസം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. നമ്മളത് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കരീൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ, അതിനെ പരാജയപ്പെടുത്താൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഒരു വിശ്വാസി അൽ മുഅ്മിൻ കയ്യിസുൻ ഫത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസി പ്രതിഭയാണ്, വിശ്വാസി ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ ഇത്തരം വിഷയങ്ങളുള്ളത് ഒരു വിശ്വാസി അറിയേണ്ടതുണ്ട്. അപ്പോൾ തിന്മയ്ക്ക് പ്രേരണയേകുന്ന, തിന്മയിലേക്ക് നമുക്ക് പ്രചോദകമാകുന്നതായ ഇത്തരം ദുശക്തികൾ ഈ ദുനിയാവിലുണ്ട്. ശൈത്താൻ ഇവിടെ ഉണ്ട്, ജിന്നുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ദുഷ്പ്രേരണ വരുമ്പോൾ നമുക്ക് ബോധോദയുണ്ടാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ശൈത്താനു തദക്കറു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിന ശൈത്താനി തദക്കറു, സൂറത്ത് അറാഫിൻ്റെ അവസാനത്തിൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിന ശൈത്താൻ. അള്ളാഹുവിൽ തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ പൈശാചികമായ ദുഷ്പ്രേരണകൾ പിടികൂടുന്ന അവസ്ഥ ഉണ്ടായാൽ തദക്കറു, അവർ ഉത്ബുദ്ധരാകും. ഇത് മറ്റവൻ്റെ പണിയാണ് അല്ലേ? സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കണോടത്ത് ഒന്നും കൂടി ഉറങ്ങാൻ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബാങ്ക് കൊടുക്കണുള്ളൂ, ബാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റ് ഇനിയുണ്ട് ഇഖാമത്തിന് എന്ന് പറഞ്ഞ് നമ്മളൊന്നും കൂടി കിടത്തുകയാണെങ്കിൽ അതിൻ്റെ മാനെന്താ? അതാണ്. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? ഉത്ബുദ്ധനാകും. ഇത് ദുഷ്പ്രേരണയാണ്, എൻ്റെ സ്ഥലം മുടക്കാൻ, എന്നെ സൂര്യോദയം വരെ ഉറക്കിക്കിടത്താൻ എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ശൈത്താൻ നമ്മളെ കെണിയിൽപ്പെടുത്താൻ ഒപ്പുണ്ട്. എന്ത് വേണം? അതിനെ തോൽപ്പിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. വഅഖ്സി ശൈത്വാനി വഫുക്ക റിഹാനി. അവിടെ ഫുക്ക റിഹാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബാധ്യതകൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കി തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ഒരാളുടെയും ബാധ്യതകൾ, അത് സാമ്പത്തികമായിട്ടാവട്ടെ മറ്റെന്തെങ്കിലും നിലക്കാവട്ടെ,
ഒരാളെ വാക്കുകൊണ്ട് നമ്മൾ, പ്രവൃത്തി കൊണ്ട് നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളോട് എന്താണ്? ബാധ്യത ഉള്ളവനാണ്, കടക്കാരനാണ് അല്ലേ? പരലോക കോടതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സ വാച കർമ്മണ ദ്രോഹിച്ചവൻ നമ്മളുടെ കർമ്മങ്ങൾ എടുത്ത് പായി എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളെ പാപ്പരാവെന്ന് പറഞ്ഞിട്ടില്ല? അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. സൂറത്ത് അബസ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. എന്താ അവിടെ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ തൻ്റെ സഹോദരനെ കണ്ടാൽ പരലോകത്ത് ഓടിപ്പോകുന്നതാണ്. വ ഉമ്മിഹി വ അബി, ഉമ്മനെ കണ്ടാലും വാപ്പനെ കണ്ടാലും അവരെ മുഖം കൊടുക്കാനും അവരോട് അടുക്കാനും കൂട്ടാക്കാതെ പായുന്നതാണ്. വ സ്വാഹിബതിഹി വ ബനി, സ്വന്തം സഹധർമ്മിണിയെ കണ്ടാലും മക്കളെ കണ്ടാലും അവരൊന്നും മീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അവരിൽ നിന്ന് പായും. എന്തുകൊണ്ടാണ് പായണത്? എന്തിനാ പായണത്? പായണത് എന്തുകൊണ്ടെന്നറിയാം? അവർക്ക് നേരെ അവകാശങ്ങളിൽ ഭംഗം വരുത്തിയിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് ദീനാറുകളും ദുർഹമുകളല്ല, പിന്നെ ആ പരലോകത്ത് സൽക്കർമ്മങ്ങളും തിന്മകളുമാണ്. മനസ്സിലായില്ലേ? നമ്മൾ സൽക്കർമ്മേറ്റ് വരുമ്പോൾ നമ്മളുടെ സൽക്കർമ്മങ്ങളിൽ കൈയിട്ട് വാരിയിട്ട് അവർ കൊണ്ടുപോകും. കാരണം എന്താ? അവർക്ക് നേരെ അവകാശങ്ങൾ പലതും നമ്മൾ ഹനിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ തിന്മയാണുള്ളത്, നമ്മളത് സൽക്കർമ്മല്ല എങ്കിൽ അവരുടെ തിന്മ നമ്മളിലേക്ക് ഇട്ടെന്നിട്ട് എന്ത് ചെയ്യും? അവർ തടി സലാമത്താക്കും. അപ്പോൾ നമ്മളുടെ നന്മകൾ അവർ ചോർത്താനും അവരുടെ തിന്മകൾ നമ്മളിൽ എറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് യൗമ യഫിറുൽ മർ, പരലോക കോടതിയിൽ മനുഷ്യൻ ഓടുന്നത് മനുഷ്യരിൽ നിന്ന്. അതിൽ ഇവരിൽ നിന്ന് ഓടുന്നത് എന്തുകൊണ്ടാണ്? സഹോദരൻ, മാതാവ്, പിതാവ്, ഭാര്യ, ഇണ, ഏറ്റവും കൂടുതൽ ഹക്ക് അവർക്ക് നേരെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ നന്മകൾ ആരെ കൊണ്ടുപോവുക? അവകാശങ്ങൾ നമ്മൾ ഹനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടരെ കൊണ്ടുപോവുക. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, അവരിൽ നിന്ന് പ്രത്യേകം ഓടുന്നു. അലാ കുല്ലിൻ, ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഹുഖൂഖുകൾ അതിൽ നിന്ന് മോക്ഷമേകാൻ, മോചനം നൽകാൻ അള്ളാഹിനോട് ദുആ ചെയ്യുമായിരുന്നതാണ്. വഫുക്കരിഹാനി വജഅൽനി ഫിൻ നദിയിൽ ആല, അതാണ് നമ്മുടെ വിഷയം. വജഅൽനി, അല്ലാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തണമേ, ഫിൻ നദിയിൽ ആല. അൻ നദിയുൽ ആല എന്ന് പറഞ്ഞാൽ അതെന്താ? അൽ മജ്ലിസുൽ ആല എന്നതിൻ്റെ അർത്ഥം. മനസ്സിലല്ലേ? അത്യുന്നതങ്ങളിൽ മലക്കുകളുടെ സംഗമസ്ഥാനം, അത് വിശുദ്ധാണ്, അത് അനുഗ്രഹീതാണ്. അങ്ങനെ അത്യുന്നതങ്ങളിൽ ഒരു പദവി ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഒരു സദസ്സിലാണ് എങ്കിൽ ഇതിനേക്കാൾ വിശിഷ്ടമായ സദസ്സിൽ അള്ളാഹു നമ്മളെ സ്മരിക്കുന്നത്. അത് അള്ളാഹുവിൽ അത്യുന്നതങ്ങളിൽ മലക്കുകളുടെ സദസ്സാണ്. അതിന് അന്നദിയുൽ ആല എന്ന് പറയും. അതേപോലെ അർ റഫീഖുൽ ആല എന്ന് പറയും. അർ റഫീഖുൽ ആല, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ വിശദീകരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായ വേളയിൽ ബോധക്ഷയം വന്നുപോയി. അപ്പോൾ ഉമ്മ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല എൻ്റെ മടിയിലായിരുന്നു. തിരുനബിക്ക് ബോധക്ഷയമുണ്ടായപ്പോൾ ഫജഅൽതു അംസഹുഹു വഅദഉ ലഹു ബിശിഫ, ഞാൻ റസൂലുള്ളാഹിനെ ഇങ്ങനെ തലയോടിക്കൊണ്ടിരുന്നു. റസൂലുള്ളാഹിക്ക് സൗഖ്യമുണ്ടാകാൻ, ശമനമുണ്ടാകാൻ ഞാൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഫലമ്മ അഫഖ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം വീണപ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ബൽ അസ്അലുല്ലാഹ റഫീഖൽ അഅല മഅ ജിബ്രീല വ മീകാഈല വ ഇസ്രാഫീൽ. രോഗം ഭേദപ്പെട്ട് എനിക്ക് ഇവിടെ തങ്ങണ്ട, ഇവിടെ കഴിയണ്ട. പിന്നെയോ ബൽ അസ്അലുല്ലാഹ റഫീഖൽ അഅല, ഞാൻ അള്ളാഹുവിനോട് അർ റഫീഖുൽ അഅല തേടുന്നു. അർ റഫീഖുൽ അഅല എന്ന് പറഞ്ഞാൽ എന്താ? മഅ ജിബ്രീല വ മീകാഈല വ ഇസ്രാഫീൽ, മീകായിലിനോടൊപ്പം, ജിബ്രീലിനോടൊപ്പം, മീകായിലിനോടൊപ്പം, ഇസ്രാഫീലിനോടൊപ്പം മലക്കുകളോടുള്ള കൂടെയുള്ള അത്യുന്നതങ്ങളിലെ സ്ഥാനം, അതാണ് റഫീഖൽ അഅല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത് അൽ അഅല എന്ന പ്രയോഗം വന്നതിൽ അൻ നദിയുൽ അഅല, അർ റഫീഖുൽ അഅല, അതേപോലെ അൽ മലഉൽ അഅല. മലഉൽ അഅലയും എന്താ പറഞ്ഞ മലക്കുകൾ നിറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സംവദിക്കുന്ന, അള്ളാഹുവിൻ്റെ തിരുസാന്നിധ്യമുള്ള അനുഗ്രഹീത സദസ്സാണ്. അവിടേക്ക് ചേർക്കാനാണ് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് നമുക്ക് മാതൃക കാഴ്ചവെച്ചത് പ്രസിദ്ധമായ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം തുർമുദിയും അഹ്മദ് നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസിൽ
ഞാനിവിടെ ഇതിനു മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ സനദുകൾ വ്യത്യസ്ത റിവായത്തുകളെ ക്രോഡീകരിച്ച് ഒരു റിവായത്താണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതിൽ ചില പുതിയ പ്രയോഗങ്ങൾ, ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാനി ലൈലത റബ്ബി തബാറക വതആല ഫിൽ മനാമി ഫി അഹ്സനി സൂറത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുമ്പോൾ എൻ്റെ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ എൻ്റെ അടുക്കൽ വന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ മനാമിൽ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കണ്ടിട്ടില്ല. എന്നാൽ ഉറക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടത് എങ്ങനെ കണ്ടത്? ഫി അഹ്സനി സൂറത്തിൻ, ഏറ്റവും നല്ല രൂപത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്കൊരു രൂപമുണ്ട്, അള്ളാഹ്ക്കൊരു രൂപമുണ്ട്. രൂപമില്ലാത്ത കേവലം ഊർജമല്ല അള്ളാഹു, ഉണ്മയില്ലാത്ത ഊർജമല്ല അള്ളാഹു. പിന്നെയോ അള്ളാഹ്ക്കൊരു ഉണ്മയുണ്ട്, അള്ളാഹ്ക്കൊരു സത്തുണ്ട്, ഒരു രൂപമുണ്ട്. പലരും മനസ്സിലാക്കിയത് എന്താ? അള്ളാഹു കേവലം ഒരു ഊർജ്ജമാണെന്നാണ്, എല്ലായിടത്തും സന്നിവേശിച്ച ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു ഊർജം, ഇതാണ് അള്ളാഹു എന്നാണ്. അങ്ങനെയല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു ഉണ്മയുണ്ട്, ഒരു രൂപമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ മനാമിലൂടെ കണ്ടപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ കണ്ടു എന്നാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനാമിൽ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, മുഹമ്മദ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് ലബ്ബൈക റബ്ബി വസഅദൈക്, അള്ളാഹ്ക്ക് ഉത്തരം നൽകി. ആ ഉത്തരം നൽകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഭാഗ്യം കണ്ടു. എന്നിട്ട് തിരുനബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ഹൽ തദ്രി ഫീമ യഖ്തസിമുൽ മലഉൽ അഅല. കണ്ടോ മുഹമ്മദ്, നിങ്ങൾക്കറിയുമോ ഫീമ യഖ്തസിമുൽ മലഉൽ അഅല, അൽ മലഉൽ അഅല എന്തിനു വേണ്ടിയാണ് തർക്കിക്കുന്നത്? അൽ മലഉൽ അഅല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വിഷയം. അൽ അഅല, അൽ അഅല എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും എന്നാണ്. അത്യുന്നതമായ സ്ഥാനവും പദവിയും. ഇമാം അബൂദാവൂദിൻ്റെ നിവേദനത്തിൽ അൽ മലഉൽ അഅല എന്നതിൽ അത് അത്യുന്നതിയെ അറിയിക്കുന്നു, പരമോന്നതയെ അറിയിക്കുന്നു. അത് മക്കാനൻ വ മക്കാനത്തൻ, മക്കാനൻ വ മക്കാനത്തൻ എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനമാണ്. പദവിയിലും എന്താണ്? ഉന്നത സ്ഥാനമാണ്. അപ്പോൾ ആ മലക്കുകളുടെ സ്ഥാനം അത്യുന്നതങ്ങളിലാണ്, ആ മലക്കുകളുടെ സ്ഥാനമോ അത് അത്യുന്നതവുമാണ്. അങ്ങനെയുള്ള ആ ലോകം എന്തിനു വേണ്ടി തർക്കിക്കുന്നു എന്നത് നിങ്ങൾക്കറിയുമോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, എനിക്കറിയില്ല. അപ്പോൾ ഹദീസിൽ ഫവളഅ യദഹു ബൈന കതിഫയ്യ ഹത്താ വജദ്തു ബർദഹാ ബൈന സദിയയ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കഫുകൾക്കിടയിൽ വെച്ചു, നബിയുടെ കഫിനിടയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അപ്പോൾ ഒരു തണുപ്പ് ഞാൻ എൻ്റെ മാറുകൾക്കിടയിൽ അനുഭവിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറുകൾക്കിടയിൽ ഒരു തണുപ്പ് അനുഭവിച്ചു. എപ്പോൾ? അള്ളാഹുവിൻ്റെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കെത്തുഫുകൾക്കിടയിൽ വെച്ചപ്പോൾ. ഇത് സഹീഹായ ഹദീസാണ്. ഇതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കോ മദ്ഹബിൻ്റെ ആളുകൾക്കോ ഖിലാഫില്ലാത്ത വിഷയമാണ്. അള്ളാഹു അവൻ്റെ കൈ വെച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം കൈയുണ്ട്. അതെവിടെ വെച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറിലാണ് വെച്ചത്. അപ്പോൾ തിരുനബി പറയാണ്, രണ്ട് സദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഈ സ്ഥലത്തിനാണ് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറുകൾക്കിടയിൽ അതിൻ്റെ ഒരു തണുപ്പ് ഞാൻ അനുഭവിച്ചു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, യഖ്തസിമൂന ഫിൽ കഫാറാത്ത് വദ്ദറജാത്ത്. അത്യുന്നതങ്ങളിൽ മലക്കുകളുടെ തർക്കം കഫാറാത്തിൻ്റെ വിഷയത്തിലാണ്, ദറജകളുടെ വിഷയത്തിലാണ്. കഫാറത്തിൻ്റെ വിഷയങ്ങളിലാണ്, ദറജകളുടെ വിഷയത്തിലാണ്. കഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പാപം പൊറുക്കുവാനും പാപം മായ്ക്കുവാനും കരണീയമായ കർമ്മങ്ങൾ. ദറജകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനങ്ങൾ നേടിത്തരുന്ന കർമ്മങ്ങൾ. ഈ വിഷയം ഇത് ഏത് എന്നതിലാണ് മലക്കുകളുടെ സംസാരം, മലക്കുകളുടെ സംസാരം. തയ്യിബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഏതെന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. മൽ കഫാറാത്ത് വ മദ്ദറജാത്ത്. അപ്പോൾ അൽ കഫാറാത്ത് മഷിയുൽ അഖ്ദാം ഇലൽ ജമാഅത്ത്. ജമാഅത്ത് നമസ്കാരത്തിന് കാൽപാദങ്ങൾ വെച്ചുള്ള പോക്കുണ്ടല്ലോ, അതാണ് പാപമോചനത്തിനുള്ള കർമ്മം. ഒന്ന്. വൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ സലവാത്ത്. നിസ്കാര ശേഷം പള്ളികളിൽ ഇരിക്കൽ. വേറെ റിപ്പോർട്ടിലുള്ളത് എന്താണ്? വന്തിവാറു സ്വലാം ബഅദ സലാം എന്നാണ്. ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ കാത്തിരിക്കലാണ്. അത് തെറ്റുകൾ പോക്കുന്ന, പാപങ്ങൾ മായിക്കുന്ന കർമ്മമാണ്, കഫാറത്താണ്. വ ഇസ്ബാഖുൽ വുദൂ ഫിൽ മക്രൂഹാത്ത്. മക്രൂഹാത്തിൽ നമസ്കാരം പൂർണ്ണമായി എടുക്കലാണ്. മക്രൂഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് തണുപ്പ് വന്ന് നല്ല തണുപ്പാണ്, അപ്പോൾ പൂർണ്ണമായി ഒതു എടുക്കുക എന്നുള്ളത് ചിലർക്കൊരു പ്രയാസമാവും അല്ലേ? അപ്പോൾ വേഗം വെള്ളം തേച്ച് കണ്ട് അങ്ങനെയല്ല. പിന്നെയോ തണുപ്പാണെങ്കിലും വെള്ളം ഒതുവിൻ്റെ അവയവങ്ങളിൽ ശരിക്കെത്തിക്കണം. ബറാജിം എന്ന് പറയും, വിരലുകൾക്കിടയിലുള്ള ചുളിവ്, അത് തേച്ച് കഴുകണം. അതേപോലെ തന്നെ വിരലുകളിൽ എന്ത് വേണം? വിരലുകൾ അടർത്തി കഴുകണം. അതേപോലെ ചുളിവുകളുണ്ടല്ലോ, കാലൊക്കെ കഴുകുമ്പോൾ കാബ്, മടമ്പൻകാല്, അവിടെയുള്ള ചുളിവുകൾ, കുഴി, ഇതൊക്കെ എന്ത് ചെയ്യണം? ശരിക്കും വെള്ളത്തിച്ച് കഴുകണം. അതാണ് ഇസ്ബാഖുൽ വുദൂ ഫിൽ മക്രൂഹാത്ത്. ചില റിപ്പോർട്ടുകളിൽ ഫിസ് സബറാത്ത് എന്നാണ്. തണുപ്പ് അതിശൈത്യമുള്ളപ്പോൾ വുദൂ പൂർണ്ണമായിട്ട് എടുക്കലാണെന്ത്? കഫാറത്ത്. കഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും? തെറ്റുകൾ പൊറുക്കപ്പെടും, പാപങ്ങൾ മായിക്കപ്പെടും. നമ്മളറിയില്ല, നമുക്ക് തെറ്റുണ്ട് നമുക്കറിയാം, പക്ഷേ ആ തെറ്റുകളെ മായിക്കാൻ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ നിയ്യത്തോടു കൂടി അനുഷ്ഠിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ തെറ്റുകൾ കഴുകപ്പെടും, പോക്കപ്പെടും എന്നുള്ളതാണ്. പിന്നെ ദറജാത്ത് പഠിപ്പിക്കപ്പെടുകയാണ്. എന്താണ് ദറജാത്ത്? അതായത് ഒരാൾക്ക് അയാളുടെ സ്വർഗീയ ദറജകൾ, പദവികൾ ഉയർത്തപ്പെടാൻ കരണീയമായ കർമ്മം, അതാണ് ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക. വലീനുൽ കലാം, സംസാരം മയപ്പെടുത്തുക. വഇതാമുത്താം, അന്നം നൽകുക. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന രാവിൻ്റെ മറവിലും നിറവിലും നമസ്കരിക്കുക. സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് പോലുള്ള നിസ്കാരങ്ങൾ. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, വമൻ യുഹാഫിദ് അലൈഹിൻ, ഇവകൾ ഒരാൾ വിടാതെ സൂക്ഷിച്ചാൽ, കരുതി കൊണ്ട് നടന്നാൽ, ആശ ബിഖൈരിൻ, ആ മനുഷ്യൻ നല്ല നിലക്ക് ജീവിക്കും. വമാത ബിഖൈരിൻ, നല്ല നിലക്ക് അയാൾ മരിക്കും. വകാന മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു, മാത്രമല്ല അയാളുടെ തെറ്റുകളെ അപേക്ഷിച്ച് അയാൾ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമുക്തനും പാപസുരക്ഷിതനുമായിരിക്കും എന്നാണ്. എന്താ കർമ്മങ്ങൾ പറഞ്ഞത്? എന്താ മനസ്സിലായി? എളുപ്പമാണ് ചെയ്യാൻ. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു വരിക, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കുക, തണുപ്പുള്ളപ്പോഴൊക്കെ ഉദു സമ്പൂർണ്ണമായിട്ട് എടുക്കുക, പിന്നെ സലാം വ്യാപിപ്പിക്കുക, അഗതിക്ക് അന്നം നൽകുക, സംസാരം അത് മാന്യമാക്കുക, മയപ്പെടുത്തുക, തുടങ്ങിയുള്ള രാത്രിയിലെ നമസ്കാരം, ഇതൊക്കെയാണ് കർമ്മങ്ങൾ. ഇത് കാത്തു സൂക്ഷിച്ചാൽ നല്ല ജീവിതം, മരിക്കുമ്പോൾ നല്ല മരണം. പിന്നെയോ പാപം കഴുകപ്പെട്ട് ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞിൻ്റെ പാപസുരക്ഷിത എന്താ, കളങ്കരഹിതമായ അവസ്ഥ എന്താ, അതാണ് അയാൾക്ക് സമ്മാനമായി നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് മലഉൽ ആലയിൽ തർക്കിക്കുന്ന ഈ വിഷയം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയൊരു വസിയ്യത്തുണ്ട്. അതെന്താ? യാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സല്ലൈത, നിങ്ങൾ നിസ്കരിച്ചാൽ, ഫഖുൽ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീഅൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകിൻ. അല്ലാഹുവേ, നല്ലത് പ്രവർത്തിക്കാനുള്ള ഉദവി അത് പടച്ചവൻ തരണം, തിന്മ വെടിയാനുള്ള ശക്തി അത് അള്ളാഹു തരണം. അതിന് അള്ളാഹിനോട് തേടുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീഅൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകിൻ, മിസ്കീന്മാരോടുള്ള സ്നേഹം, മുഹബ്ബത്ത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളണം. മനസ്സിലായില്ലേ? അത് ചോദിക്കണം. വ അൻ തഗ്ഫിറ ലീ വ തർഹംനി, എന്നോട് പൊറുക്കണം, എന്നോട് കരുണ കാണിക്കണം. ഇതൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ. അടിയാറുകൾക്കിടയിൽ അള്ളാഹു പരീക്ഷണം ഉദ്ദേശിക്കുമ്പോൾ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കാതെ മരണത്തിലൂടെ പിടികൂടാനുള്ള ദുആയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്ന ഉദ്ദേശിച്ചാൽ, ഫിത്നയിൽ ആളായിട്ടുണ്ടെങ്കിൽ എന്തായി, പിന്നെ പര്യവസാനം എന്തെന്നറിയില്ല. അതാണ് ഫിത്നകളുടെ പ്രത്യേകത. ഇമാം ബുഖാരി ഫിത്നകളെ ഒരു സുന്ദരി പെണ്ണിനോടാണ് ഉപമിച്ചത്. സുന്ദരി പെണ്ണിനോട് ഉപമിച്ചു. തറഫത്ത് ബിനുൽ അബ്ദ് എന്ന് പറഞ്ഞിട്ട് ജാഹിലി കവിയുണ്ട്. ആ കവിയുടെ ഒരു 3 വരി കവിത ഉണ്ട്. അതിൽ ഫിത്നകൾ വരുന്നതിനെക്കുറിച്ച് മൂപ്പര് പറയുന്നത് സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നതിനോടാണ്. പെണ്ണ് വരുന്ന സമയത്ത് എല്ലാവരും അതിനെ സ്വീകരിക്കും, ഹൃദ്യമായി സ്വീകരിക്കും, അല്ലേ? അത് വന്ന് ഫിത്ന ഉണ്ടാക്കി ആളുകളെ കുഴപ്പത്തിലാക്കിയിട്ട് പിന്നെന്ത് ചെയ്യാണ്? അത് തിരിച്ചു പോകുമ്പോഴുണ്ടല്ലോ, ഇവരറിയാത്തവരെ പോലെ കിളവി തള്ളനെ പോലെ പിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോകും. വന്ന ആ മൊഞ്ചും ചിറിയൊന്നും ഉണ്ടാവില്ല. പോകുമ്പോൾ ആളുകളെ ഫിത്നയിൽ അകപ്പെടുത്തിയിട്ട് ആർക്കും വേണ്ടാത്ത കിളവിയെ പോലെ തിരിച്ചു പോകുന്നതാണ്. ഫിത്നകൾ അങ്ങനെയാണ്. പല മുസ്ലിം നാടുകളിലും നോക്കി നിങ്ങൾ, പ്രകടനങ്ങളായി, വിപ്ലവങ്ങളായി, പൊതുമുതൽ നശിപ്പിക്കലായിട്ട് ഫിത്ന വന്നു. ആളുകളെ കൈക്കെടുത്തിയാടി, പ്രത്യേകിച്ച് യുവാക്കൾ. റബീഉൽ അറബി എന്ന് പറയും, അറബ് വസന്തം, അല്ലേ? ആളുകൾക്ക് വലിയ ആവേശമായിരുന്നു, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. നാടുകളെ കുട്ടിച്ചോറാക്കി, നിർഭയത്വം പോയി, അഭിമാനങ്ങൾ പിച്ച് ചീന്തപ്പെട്ടു. കവി പറഞ്ഞില്ലേ, അൽമാലു മുഖ്തസമുൻ വൽ ഇർദു മുൻതഹകുൻ വൽ ഖദ്റു മുഹ്തഖറുൻ വദ്ദമു തൂഫാനു. സ്വത്തുക്കൾ വിഭജിക്കപ്പെട്ടു, വിലയും നിലയും നഷ്ടപ്പെടുത്തപ്പെട്ടു. വദ്ദമു തൂഫാനു, രക്തം പ്രളയം കണക്കെ ചിന്തപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് ഫിത്നകൾ കൊണ്ടുവന്നത്. മനസ്സിലായി? ഇനി ഇത് വേണ്ട, ഞങ്ങൾ നിർത്തി എന്ന് പറയാൻ കഴിയുമോ? ഫിത്ന വന്നാൽ ഒരിക്കലുമില്ല. പിന്നെയോ ഫിത്ന നിറഞ്ഞാടും വിളഞ്ഞാടും. അതിൽ മരിക്കേണ്ടവർ മരിക്കും, കൊല്ലപ്പെടേണ്ടവർ കൊല്ലപ്പെടും, മുതലുകൾ നശിപ്പിക്കപ്പെടും, നിർഭയത്വം നഷ്ടപ്പെടും. അതുണ്ടാകുക. ഏതായാലും ഇത്തരം ഫിത്നകൾ വരുന്നതിന് മുമ്പ് അള്ളാഹിനോട് മരിപ്പിക്കാൻ തേടുകയാണ്. ആ ഫിത്നയിലാകാതെ മരിപ്പിക്കുക. അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഒടുവിൽ വയസ്സായി ഉമറിന് 63 വയസ്സായി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാളിൽ അദ്ദേഹത്തിനൊരു പ്രയാസമില്ല. പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ച് കഴിയുന്നിടത്തോളം രാവും പകലുമായി നടന്ന് എല്ലാവരെയും നോക്കാനും എല്ലാം കൊണ്ടെടുക്കാനും ഉമറിന് പ്രാപ്തി ഉണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു. 63-ാമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്ത് അദ്ദേഹം തന്നെ നോക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വിസ്തൃതി പൂണ്ട് പേർഷ്യയിലേക്ക്, അതേപോലെ പൗരസ്ത്യ റോമാ സാമ്രാജ്യങ്ങളൊക്കെയും ഇസ്ലാമിന് അധീനപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ പ്രജകളുടെ എണ്ണം കൂടി, രാഷ്ട്രം വിസ്തൃതി പൂണ്ടു. ഉമറാണെങ്കിലോ ക്ഷയിച്ച മട്ടിൽ. അപ്പോൾ ഉമർ എന്താ ചെയ്തത്? ഒരു മണൽക്കൂല ഇങ്ങനെ ഉണ്ടാക്കി, എന്നിട്ട് ആ മണൽക്കൂല ഇങ്ങനെ മലർന്നാണ് കിടന്ന്, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത്, പഠിച്ചോനെ, പ്രജകളുടെ എണ്ണം കൂടി, ഞാനാണ് ആരോഗ്യം ക്ഷയിച്ചു, അതുകൊണ്ട് ഇനി ഒരു ഫിത്നയ്ക്ക് ഇടം കാണാത്ത വിധം നീ എന്നെ മരണത്തിലൂടെ പിടികൂടണമേ എന്ന് ദുആ ചെയ്ത്, ഫിത്ന ഭയം നട്ടാണ് ആ ദുആ. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഏതാനും നാളുകൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നും ദുആ ചെയ്തിരുന്നു. എനിക്ക് അള്ളാഹിൻ്റെ മാർഗത്തിലൊരു രക്തസാക്ഷിത്വം തരണേ എന്നും ദുആ ചെയ്തിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതായ മിഹ്റാബിൽ ഒരു രക്തസാക്ഷിയായി മരിക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അവസരം ഉണ്ടായി. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ഫിത്നയിൽ ഇടം കാണാതെ മരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണം. അതേപോലെ അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുവിനോടുള്ള ഹുബ്ബ് തേടുക. അതേപോലെ അള്ളാഹിനോട് ഹുബ്ബുള്ളവരോടുള്ള ഹുബ്ബ് തേടുക. അള്ളാഹുവിൻ്റെ ഹുബ്ബ് നേടുവാൻ കരണീയമായ കർമ്മങ്ങളുണ്ട്, അമലുകളുണ്ട്, അതിനോടുള്ള ഹുബ്ബ്, അത് അള്ളാഹുവിനോട് തേടുക. ഇതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വിഷയം അർ-റഫീഖുൽ അഅല, അൽ മലഉൽ അഅല, അൻ-നദിയുൽ അഅല. ഇതൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഹദീസുകളിൽ വായിക്കുന്നു. അതിൽ അൽ മലഉൽ അഅല വിശുദ്ധ ഖുർആനിലും പറയപ്പെട്ടതാണ്.
ലാ യസ്മഊന ഇലൽ മലഇൽ അഅല. കട്ട് കേൾക്കുന്ന പിശാചുക്കളെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ അൽ മലഉൽ അഅലയിലേക്ക് കട്ട് കേൾക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ അൽ മലഉൽ അഅല എന്താണ്? അത്യുന്നതമായ സ്ഥാനത്തുള്ള ഉന്നത പദവിയുള്ള മലക്കുകളാണ്. ഏതായാലും അത്യുന്നതിയെയാണ് അൽ അഅല എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്ത് എന്താ? വടിയിട്ടാൽ പാമ്പാകുക എന്നുള്ളതാണ്. വടിയിട്ടാൽ പാമ്പാകുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വടിയിടാൻ പറഞ്ഞു. അദ്ദേഹം വടിയിട്ട്, അപ്പോൾ അത് പാമ്പായി. അത് മൂസാക്ക് അറിയില്ലായിരുന്നു. കാരണം എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗൈബ് അറിയില്ല. വടിയിട്ടാൽ ഈ വടി പാമ്പാകും എന്നുള്ളത് ഭാവി അറിയില്ലായിരിക്കും മൂസാ നബിക്ക്. അതുകൊണ്ടാണ് പേടിച്ചത്. ഫൗജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ എന്ന് പറഞ്ഞില്ലേ, മനസ്സിൽ ഭയങ്കര പേടി മൂസാൻ്റെ മനസ്സിലുണ്ടായി. കാരണം എന്താ? വടിയിട്ട് അത് സർപ്പമായി എഴയാണ്. മൂസാനോട് ആ വടീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അള്ളാഹു, എന്തിനാണ് മൂസ നിൻ്റെ കയ്യിലെ വടിയെന്ന്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് വടിയിട്ടിട്ട് പാമ്പാക്കാനുള്ളതാണ്, മുഅ്ജിസത്ത് കാണിക്കാനാണ് എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? അതവക്കൽ അലൈഹ, ഈ വടിയിൽ ഞാൻ ഊന്നി നടക്കും. അഹുഷ് ബിഹാ അലാ ഗനമി, ആടുകൾക്ക് ഞാൻ ഇല ഒഴിച്ചു കൊടുക്കും. വലിയ ഫിയ മആരിബു ഉഖ്റ, മറ്റ് ചില ആവശ്യങ്ങൾ കൂടി എനിക്ക് ആ വടിയിലുണ്ടെന്നാണ്. ഈ വടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴത്തേക്ക് ഇടാൻ പറഞ്ഞത്. അതാണ് മൂസാക്ക് നൽകിയ വലിയ അൽ ആയത്തുൽ കുബ്ര, വലിയ ദൃഷ്ടാന്തം. അപ്പം അത് ഇട്ടാൽ പാമ്പാകും എന്നുള്ള ഗൈബ്, അദൃശ്യം, നാളെയുടെ വർത്തമാനം, അത് ആർക്കറിയില്ല. അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ മഹബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മൂസാക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വ അന അഖ്തർതുക മൂസ, നിങ്ങളെ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുന്നു. കലീമുള്ളയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വ ഖറബ്നാഹു നജിയ്യ എന്നാണ്, രഹസ്യ ഭാഷണം നടത്താൻ വേണ്ടി അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ച പ്രവാചകനാണ് മൂസ. വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, എന്നിൽ നിന്നുള്ള മഹബത്ത്, ഇഷ്ടം ഞാൻ നിങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ പ്രവാചകനാണ് ആര്? മൂസ. ആ മൂസാക്ക് പോലെ എന്തറിയില്ല? ഗൈബ് അറിയില്ല, അദൃശ്യം അറിയില്ല. അതുകൊണ്ടാണ് വടിയിട്ടപ്പോൾ എന്തായത്? അത് പാമ്പായപ്പോൾ മൂസാക്ക് വലിയ പേടിയുണ്ടായത്. ലാ തഖഫ് മൂസ, നിങ്ങൾ പേടിക്കണ്ടെന്ന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഗുണദോഷിച്ചു. അവിടെ ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല, മൂസ നിങ്ങൾ പേടിക്കണ്ട. ഇന്നക, കാരണം നിങ്ങൾ, അൻതൽ അഅല, നിങ്ങളാകുന്നു ഉന്നതൻ. അവിടെ ഉന്നതൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഉന്നതൻ എന്ന് പറയുന്നത് പോലുള്ള ഔന്നത്യമല്ല. പിന്നെയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലാണ് ഹക്കുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലാണ് ന്യായമുള്ളത്, പ്രമാണമുള്ളത്. എതിരാളികളോ? എതിരാളികൾ കൊണ്ടുവന്നത് വ്യാജമാണ്, വ്യർത്ഥമാണ്. അവർ മരണക്കാരാണ്. അവരടുത്തുള്ളത് ആളുകളെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന വ്യാജമായ വേലകൾ മാത്രമാണ്. ബാത്തിലാണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ ബാത്തിലുള്ളവൻ ഒരിക്കലും ഉന്നതനല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ഹക്കുണ്ട്. അതുകൊണ്ട് ഹക്കുള്ള, ഈമാനുള്ള നബിയായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? വലാ തഹ്നു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ദുർബലരാകണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, നിങ്ങളാകുന്നു അൽ അഅലൗൻ. അഅല എന്നതിൻ്റെ ബഹുവചനാണ് അൽ അഅലൗൻ, അത്യുന്നതന്മാർ. എപ്പോഴാണ് നമുക്ക് ഔന്നത്യം? എപ്പോഴാണ് നമുക്ക് ഉന്നതി? നമ്മൾ ഈമാൻ ഉള്ളവരാകുന്നു. വിശ്വാസം, ഈമാൻ നമ്മളിൽ യഥാവിധമാകുമ്പോൾ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈമാൻ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, വിധി വിശ്വാസം, ഇതൊക്കെ. അതിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് പ്രഥമമായത്, പ്രധാനമായത്. അള്ളാഹുവിൻ്റെ ഏകത്വം, അത് അവൻ്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രവൃത്തികളിൽ, ഇബാദത്തുകളിൽ, ദുആയിൽ, ഇസ്തിഗാസയിൽ, ഇസ്തിആനയിൽ, അതേപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ, വിശേഷണങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വം, അതൊക്കെ നമ്മൾ സമ്മതിച്ചുകൊണ്ടുള്ള വിശ്വാസം, അത് നമ്മളിൽ സാക്ഷാത്കൃതമായാൽ നമ്മൾ തന്നെയാണ് ഉന്നതന്മാർ, നമ്മൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷേ വിശ്വാസത്തിൽ, ഇബാദത്തുകളിൽ നമ്മൾ ഉന്നതരാകാൻ മാത്രം നമ്മുടെ വിശ്വാസം കളങ്കരഹിതമാണോ?
കോട്ടമില്ലാത്തതാണോ, അത് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പരീക്ഷിക്കേണ്ടത്. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടോ, നമ്മൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും പടച്ചവൻ വാഗ്ദാനം ചെയ്ത സുവിശേഷം പറഞ്ഞ ഔന്നത്യം, ഉന്നതി അത് നമുക്കുണ്ടാവില്ല. ഇവിടെ നമ്മുടെ വിഷയം സഹോദരന്മാരെ, നമ്മൾ അൽ ആല എന്ന അള്ളാഹുവിൻ്റെ നാമം എന്തർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ അൽ ആല എന്നുള്ള പ്രയോഗം അത് പരമോന്നതിയെയാണ് അറിയിക്കുന്നത്, ഔന്നത്യത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അൽ ആല എന്ന് പറയുമ്പോൾ അള്ളാഹു സ്ഥാനം കൊണ്ട് എല്ലാവരുടെയും മീതെയാണ്. മഹത്വത്തിലും വിശേഷണങ്ങളിലും അള്ളാഹു എല്ലാവർക്കും മീതെയാകുന്നു. പരമോന്നതനായ നാഥനാകുന്നു അള്ളാഹു. അതാണ് റബ്ബിയൽ ആല, എൻ്റെ പരമോന്നതനായ നാഥൻ, രക്ഷിതാവ് എന്ന് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അബ്ദുൽ ആല പേരില്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് യൂനിസ് ഇബ്നു അബ്ദുൽ ആല. യൂനിസ് ഇബ്നു അബ്ദുൽ ആല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി എന്നോണായിരുന്നു യൂനിസ് ഇബ്നു അബ്ദുൽ ആല. അബ്ദുൽ ആല എന്ന് പറഞ്ഞാൽ എന്താ? അൽ ആലാൻ്റെ അടിമ എന്നാണ്. യൂനിസ് എന്ന ഇമാം ഷാഫിയുടെ ശിഷ്യൻ്റെ വാപ്പയാണ് അബ്ദുൽ ആല, യൂനിസ് ഇബ്നു അബ്ദുൽ ആല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താ അറിയോ? അലൈക ബിൽ ഫിഖ്, നിങ്ങൾ ദീന് പഠിക്കണം, ഫിഖ് പഠിക്കണം. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ദീന് മൊത്തത്തിൽ അതിന് പറയും, കർമ്മശാസ്ത്ര വിഷയങ്ങൾക്കും പറയും. നിങ്ങൾ ദീന് പഠിക്കണം. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അള്ളാഹുവെ ദീനിൽ ഫിഖ് നൽകണേ, പാണ്ഡിത്യം നൽകണേ എന്നർത്ഥം. അവിടെ പാണ്ഡിത്യം എന്നാണ്. അതുകൊണ്ട് ദീനിൽ അറിവ് നേടാൻ യൂനിസ് ബിൻ അബ്ദുൽ ആലയെ വസിയത്ത് ചെയ്തിട്ട് ഇമാം ഷാഫി അദ്ദേഹത്തോട് പറയുകയാണ്, ഫിഖ് എന്ന് പറഞ്ഞാൽ കത്തുഫാഹി ഷാമി, അത് ഷാമിലെ തുഫാഹ് പോലെയാണെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു മൊഴിയാണത്. എന്താ ഈ ഷാമിലെ തുഫാഹിൻ്റെ പ്രത്യേകത? അത് എല്ലാ വർഷവും കായ്ക്കുകയും എല്ലാ വർഷവും ആളുകൾക്ക് വിള സമ്മാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സദാസമയവും വിളഞ്ഞു നിൽക്കുകയും സദാസമയവും കായ്കനികളെ നൽകുകയും ചെയ്യും എന്നൊരു പ്രത്യേകതയാണ് ആർക്ക്? തുഫാഹു ഷാമിക്ക്, ഷാമിലെ തുഫാഹിന്. അതൊരു കാലത്തിട്ടാ. ഇപ്പം എന്ത് എന്നുള്ളത് അള്ളാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അതിനുള്ള ഇസ്സത്ത് അള്ളാഹു അതിന് മടക്കി നൽകുമാറാവട്ടെ. കവി പറഞ്ഞില്ലേ, അൽ മിസ്റു റൈഹാനത്തി വശാമു നർജിസത്തി വഫിൽ ജസീറത്തി താരീഖി വഉൻവാനി അറാ ബുഖാറ ബിലാദി വഹിയ നായിയത്തുൻ വഅസ്തരീഹു ഇലാ ദിക്റാ ഖുറാസാനി ഫഅയ്നമാ ദുകിറ ഇസ്മുല്ലാഹി ഫീ ബലദിൻ അദത്തു ദാക്കൽ ഹിമാ മിൻ സുൽബി ഔതാനി ശരീഅത്തുല്ലാഹ് ലമ്മത് ശംലനാ വബനത് ലനാ മആലിമ ഇഹ്സാനിൻ വഈമാനി. ഷാം, മനസ്സിലായേ? എനിക്ക് സുഗന്ധം പകരുന്ന നർജിസ് പുഷ്പമാണെന്നാണ് പറയുന്നത്. മിസ്ർ എനിക്ക് സുഗന്ധം അരുളുന്ന റൈഹാന ചെടിയാണ് എന്നാണ് പറയുന്നത്. അൽ മിസ്റു റൈഹാനത്തി വശാമു നർജിസത്തി വഫിൽ ജസീറത്തി താരീഖി വഉൻവാനി. അറേബ്യൻ ഉപദ്വീപിലാണ് എൻ്റെ അഡ്രസ്സെങ്കിലും അതൊക്കെ എൻ്റെ നാട് തന്നെയാണ്. അറാ ബുഖാറ ബിലാദി വഹിയ നായിയത്തുൻ, ബുഖാറ എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്, പക്ഷേ എൻ്റെ നാടായിട്ടാണ് ഞാൻ ബുഖാറയെ കാണുന്നത്. വഅസ്തരീഹു ഇലാ ദിക്റാ ഖുറാസാനി, ഖുറാസാൻ എന്ന പേര് കേൾക്കും എൻ്റെ നാടല്ല, പക്ഷേ എനിക്ക് ആശ്വാസമാണ്. എന്തുകൊണ്ടാ? ശരീഅത്തുല്ലാഹ് ലമ്മത് ശംലന വബനത് ലന മആലിമ ഇഹ്സാനിൻ വഈമാനി. അള്ളാഹുവിൻ്റെ ശരീഅത്ത്, ആ കുടക്കീഴിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്നിച്ചു വെച്ച് നിർത്തി എന്നതിനാലാണ് ഈ ഒരു ഐക്യബോധം. അതുകൊണ്ട് തന്നെ സിറിയക്കുണ്ടാകുന്ന വിഷമം നമ്മുടെ വിഷമാണ്, ഈജിപ്തിനുണ്ടാകുന്ന വിഷമം നമ്മുടെ വിഷമാണ്. ഇദാ ബക മുസ്ലിമുൻ ഫിൽ ഹിന്ദി അർറഖനി വ ഇൻ ബക മുസ്ലിമുൻ ഫിസ്സീനി അബ്കാനി. ഇന്ത്യയിൽ ഒരു മുസ്ലിം പ്രയാസപ്പെട്ടാൽ അതെൻ്റെ പ്രയാസമാണ്. ചൈനയിൽ ഒരു മുസ്ലിം കരഞ്ഞാൽ അതെന്നെ കരയിപ്പിക്കും. ഇതൊക്കെ ഐക്യത്തിൻ്റെ ഇസ്ലാമിക വരികളാണ്. ഏതായാലും സിറിയൻ മണ്ണിൽ ആ നാടിനെ വേട്ടയാടുന്ന പരീക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. ആ നാടിൻ്റെ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ തിരിച്ച് നൽകുമാറാവട്ടെ. യൂനിസ് ഇബ്നു അബ്ദുൽ ആലയെ ഫിഖ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇമാം ഷാഫി വസിയത്ത് ചെയ്താണ്. മനസ്സിലല്ലേ? ഇതേപോലെ അബൂ മുസ്ഹിർ അബ്ദുൽ ആല എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്. അബൂ മുസ്ഹിർ അബ്ദുൽ ആല. യൂനിസ് ബിൻ അബ്ദുൽ ആല ഇമാം ഷാഫിൻ്റെ ശിഷ്യൻ. ഒരിക്കൽ ഇമാം ഷാഫി യൂനിസ് ബിൻ അബ്ദുൽ ആലയോട് ഒരു കർമ്മശാസ്ത്ര വിഷയത്തിൽ മുനാവറ നടത്തി, വാദപ്രതിവാദം നടത്തി.
വാദപ്രതിവാദം കഴിഞ്ഞ് രണ്ടു കൂട്ടരും തിരിച്ചുപോയി. യൂനുസ് ബിൻ അബ്ദുൽ ആല വീട്ടിൽ പോയി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിൽ വന്നു. ഇമാം ഷാഫിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പൊറുതി വരുന്നില്ല. ഇമാം ഷാഫി എന്താ ചെയ്തത്? തൻ്റെ വീട്ടിൽ നിന്ന് നേരെ ശിഷ്യൻ യൂനുസ് ബിൻ അബ്ദുൽ ആലയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് കതക് മുട്ടി. എന്നിട്ട് യൂനുസ് ബിൻ അബ്ദുൽ ആലയെ വിളിച്ചിട്ട് പറയാണ്, യൂനുസ്, ഞാനും നിങ്ങളും ഒരു മസലയിലാണ് അഭിപ്രായ വ്യത്യാസത്തിലുള്ളത്. അതൊരിക്കൽ നമ്മുടെ സാഹോദര്യത്തെ ബാധിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തർക്കിച്ചപ്പോൾ നിങ്ങൾക്ക് വല്ല അരവസരവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. ഒരു വിഷയത്തിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലുള്ളത്, കുറേ വിഷയങ്ങൾ നമ്മൾ അഭിപ്രായ ഐക്യത്തിലാണ്. അതുകൊണ്ട് ഈ സംവാദം ഒരിക്കലും നമ്മളുടെ ഐക്യം അതൊരിക്കലും അതിന് കോട്ടം വരുത്തരുത് എന്ന് പറഞ്ഞ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മടങ്ങിയതാണ്. പറയുമ്പോൾ ഇമാം ഷാഫിയാണ് ആര്? ഉസ്താദ്. യൂനുസ് ബിൻ അബ്ദുൽ ആല ശിഷ്യനാണ്. അബൂ മുസ്ഹിർ അബ്ദുൽ ആല ഇമാം അഹ്മദ് ബിൻ ഹംബലിനോടൊപ്പം ഒരു സഹചാരിയായിരുന്നു അല്ലേ. പിന്നെ മുഅ്തസിം ബില്ലയുടെ ഖിലാഫത്തിൽ ഖൽഖുൽ ഖുർആൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിന്നെ ഭരണാധികാരിയുടെ ചമ്മട്ടപ്രേരത്തിന് ഇരയായ ആദർശത്തിൻ്റെ പേരിൽ നന്നായി അടി ശിക്ഷ ഏറ്റുവാങ്ങി പരീക്ഷിക്കപ്പെട്ട പണ്ഡിതനായിരുന്നു അബ്ദുൽ ആല അബൂ മുസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിക്കേണ്ടായത്. മനസ്സിലായി? ഞാൻ പറഞ്ഞത് എന്താണ്? അബ്ദുൽ ആല എന്ന പേരാണ്. എന്താ അങ്ങനെ പേരിടുന്നത്? അബ്ദുൽ ആല എന്നാണ് അള്ളാൻ്റെ അടിമ എന്നാണ്. അൽ ആല എന്ന അള്ളാഹ്ക്ക് പേരുള്ളത് കൊണ്ടാണ് അബ്ദുൽ ആല എന്ന പേര് വരുന്നത്. അലാ കുല്ലിൻ, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അൽ ആല എന്ന പേരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തിരുമൊഴി ഇവിടെ ഉണർത്തിയിട്ട് ഞാൻ ഉപസംഹരിക്കാം ഇൻഷാ അല്ലാഹ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഖിയാമുൽ ലൈൽ രാത്രി നമസ്കരിച്ച ഹദീസ് ഇമാം മുസ്ലിമും തുർമുദിയും മറ്റൊക്കെ നിവേദനം ചെയ്ത സഹീഹായ ഹദീസ്. അതിൻ്റെ വിവിധ റിവായത്തുകളെ ചേർത്ത് വെച്ച് ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയണം. ഹുദൈഫയുടെ പ്രത്യേകത സാഹിബ് സിറി റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ആര്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുസൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുദൈഫ. സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഒരു രാത്രി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കരിച്ചു. ഫഖുംതു ഇലാ ജംബിഹി, ഹുദൈഫ പറയാണ്, ഞാൻ റസൂലുള്ളാഹിൻ്റെ ഒരു ഭാഗത്ത് നിന്നു നിസ്കരിക്കാൻ. ഫസമിഅതുഹു ഹീന കബ്ബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയപ്പോൾ തിരുനബിയെ ഞാൻ കേട്ടു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി. എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ദുൽ മലകൂതി വൽ ജബറൂതി വൽ കിബ്രിയായി വൽ അളമ. ഇത് ദുആഉൽ ഇസ്തിഫ്താഹിൽ ഒന്നാണ്. രാത്രി നമസ്കാരത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ടല്ലോ, അത് പലതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ വജ്ജഹ്തു ഓതും ദുആഉൽ ഇസ്തിഫ്താഹായിട്ട്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലും ദുആഉൽ ഇസ്തിഫ്താഹായിട്ട്. അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക എന്ന് തുടങ്ങുന്ന ദുആ ചൊല്ലും ദുആഉൽ ഇസ്തിഫ്താഹായിട്ട്. ഇതല്ലാതെ വേറെയും എന്ത് വന്നിട്ടുണ്ട്? ദുആകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഖിയാമുൽ ലൈൽ അതിൽപ്പെട്ടതാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ദുൽ മലകൂതി വൽ ജബറൂതി വൽ കിബ്രിയായി വൽ അളമ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓത്തു തുടങ്ങിയിട്ട് ഹുദൈഫ പറയാണ്, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരത്തിൻ്റെ പ്രത്യേകത? ഫഫ്തതഹൽ ബഖറ, റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ തുടങ്ങി. ഫഖുൽതു, അപ്പോൾ ഹുദൈഫ പറയാണ്, റസൂലുള്ളാഹിൻ്റെ ഒപ്പം നിൽക്കുകയല്ല, യർക്കഉ ഇൻദൽ മിയ, 100 ആയത്തെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്യായിരിക്കും. സുമ്മ മള 100 ആയത്തെത്തിയുമ്പോൾ വീണ്ടും റസൂലുള്ളാഹി ഓത്ത് തുടർത്തി. ഫഖുൽതു, അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഹുദൈഫ പറയാണ്, യുസല്ലി ബിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖറ മാത്രം ഓതിയിട്ടായിരിക്കും നിസ്കരിക്കുക. യഖ്തിമുഹ ഫിർ റകഅതൈൻ, 2 റകഅത്തിൽ സൂറത്തുൽ ബഖറ പകുതി ആദ്യത്തെ റകഅത്തിലും പകുതി രണ്ടാമത്തെ റകഅത്തിലായിട്ട് നിസ്കരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. സൂറത്തുൽ ബഖറ എത്ര ആയത്താ? 286 ആയത്താണ് അല്ലേ? 286 ആയത്ത്. അപ്പോൾ അത് പകുതി റസൂലുള്ളാഹി ഓതിയിട്ട് 2 റകഅത്ത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിൽ നനച്ചു എന്ന് ഹുദൈഫ പറയാം. ഫമല്ല, പക്ഷേ റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ മുഴുവൻ 6 റകഅത്തിൽ ഓതിയിട്ട് തുടർന്നു. ഫഖുൽതു യർക്കഉ ബിഹ, 1 റകഅത്തിൽ സൂറത്തുൽ ബഖറ ഓതിയിട്ട് റുക്കൂ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു പോയി. പക്ഷേ സുമ്മഫ്തതഹൻ നിസാ ഫഖറഅഹ, റസൂലുള്ളാഹി ബഖറ ഓതിയിട്ട് പിന്നെ സൂറത്തുൽ നിസാ ഓതി, അത് മുഴുവൻ ഓതി സൂറത്തുൽ നിസാ. സുമ്മഫ്തതഹ ആല ഇമ്രാൻ ഫഖറഅഹ, സൂറത്തുൽ നിസാ കഴിഞ്ഞിട്ട് പിന്നെ ആല ഇമ്രാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി മുഴുവൻ. അപ്പോൾ എത്ര?
അൽ ബഖറ, ആലി ഇമ്രാൻ, നിസാ. അതാണ് ക്രമം. റസൂലുള്ള ആദ്യം ബഖറ ഓതി, പിന്നെ നിസാ ഓതി, പിന്നെ ആലി ഇമ്രാൻ ഓതി. അപ്പോൾ എത്ര ജുസ് ഉണ്ടാവും? എത്ര ജുസാ? സൂറത്തുൽ ബഖറയിൽ പിന്നെ 2.5 ജുസോളം. പിന്നെ ലൻ തനാലി ബിർറ വരുമ്പോഴത്തേക്ക് 3 ജുസ്. പിന്നെ വൽ മുഹ്സനാത്ത് എത്തുമ്പോൾ 4 ജുസ്. പിന്നെ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ ഓതുമ്പോൾ 5. പിന്നെ പേജുകളുമുണ്ട്, പിന്നെ കുറച്ച് പേജുകളുമുണ്ട്. എവിടേക്ക്? സൂറത്തുൽ മാഇദയിലേക്ക്. അപ്പോൾ 5 ജുസിയിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എങ്ങനെ ഓതുന്നത്? യഖ്റഉ മുതറസ്സിലൻ, സ്പീഡിലുള്ള ഓത്തല്ല, പിന്നെ മുത്തറസ്സിലായിട്ടുള്ള അവധാനതയിലുള്ള ഓത്താണ്. വഇദാ മർറ ബി ആയത്തി റഹ്മത്തിൻ സഅൽ, റഹ്മത്തിൻ്റെ ആയത്ത് റസൂലുള്ള ഓതുമ്പോൾ സഅല, റസൂലുള്ള അത് ചോദിക്കുന്നതാണ്. എന്ത് ചോദിക്കും? റഹ്മത്തിനെ ചോദിക്കും. ആരോട് ചോദിക്കും? അള്ളാഹിനോട്. റഹ്മത്തുമായി ബന്ധപ്പെട്ട ആയത്ത് ഓതുമ്പോൾ അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിക്കും. വഇദാ മർറ ബി ആയത്തി അദാബിൻ, ശിക്ഷയുമായി ബന്ധപ്പെട്ട ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്തജാർ, അള്ളാഹിനോട് ശിക്ഷയിൽ നിന്ന് അഭയം തേടും. ചില റിപ്പോർട്ടുകളിൽ തഅവ്വദ എന്നാണുള്ളത്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടും. വഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തൻസീഹുൻ ലില്ലാഹ് സബ്ബഹ്, എന്താ? അള്ളാഹ്ക്ക് തൻസീഹുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്തുന്ന, പരിശുദ്ധപ്പെടുത്തുന്ന വചനങ്ങളിലൂടെ കടന്നു പോയാൽ സബ്ബഹ, യുസബ്ബിഹു, സുബ്ഹാൻ തുടങ്ങിയ അതാണ്. സുബ്ഹാന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആയത്തുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്ബഹ, റസൂലുള്ള അവിടെ തസ്ബീഹ് ചൊല്ലും, സുബ്ഹാൻ അല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലും. അതാണ്. അങ്ങനെ ആ റിപ്പോർട്ടിൽ പറയുന്നത് സുമ്മ റക ഫജഅല യഖൂലു ഫീ റുകൂഇഹി, റസൂലുള്ള റുകൂ ചെയ്തു, റുകൂയിൽ റസൂലുള്ള പറഞ്ഞു തുടങ്ങി സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറഞ്ഞു തുടങ്ങി. ഫകാന റുകൂഉഹു നഹ്വ മിൻ ഖിയാമിഹി, റുകൂ ഏകദേശം നിന്ന അത്ര ദൈർഘ്യത്തിൽ ഉണ്ടായിരുന്നു. സുമ്മ ഖാല ഹീന റഫഅ റഅസഹു മിന റുകൂ, റുകൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് തല ഉയർത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ലിറബ്ബിയൽ ഹംദ്, ലിറബ്ബിയൽ ഹംദ് എന്ന് ചൊല്ലിയതാണ്. ലിറബ്ബിയൽ ഹംദ്, ലിറബ്ബിയൽ ഹംദ്. ചില റിപ്പോർട്ടുകളിൽ റബ്ബന ലക്കൽ ഹംദ് എന്ന് ചൊല്ലിയതാണ്. റബ്ബന ലക്കൽ ഹംദ്, ലിറബ്ബിയൽ ഹംദ് എന്ന് പറഞ്ഞാലും റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാലും മാന ഒരേ അർത്ഥത്തിലാണ്. അങ്ങനെ സുമ്മ ഖാമ തവീലൻ ഖരീബൻ മിമ്മ റക, റുകൂഇനോട് അടുത്ത രീതിയിൽ റസൂലുള്ള ഇഅ്തിദാലിൽ നിന്നു എന്നാണ്. സുമ്മ സജദ ഫഖാൽ, പിന്നെ റസൂലുള്ള സുജൂദ് ചെയ്തു. ആ സുജൂദിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല. ഫകാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമിഹി, ഇഅ്തിദാലിൽ നിന്നിലെ അതിനോടടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദും ഉണ്ടായിരുന്നു. വകാന യഖൂലു ബൈന സജ്ദതൈനി റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സുജൂദുകൾക്കിടയിൽ ആവർത്തിച്ച ദുആ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി, റബ്ബേ എനിക്ക് പൊറുക്കണമേ, റബ്ബേ എനിക്ക് പൊറുക്കണമേ എന്ന ദുആയായിരുന്നു. അങ്ങനെ ഫസല്ല 4 റകഅത്തിൻ ഫഖറഅ ഫീഹിന്ന അൽ ബഖറ വആല ഇമ്രാൻ വന്നിസാ വൽ മാഇദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റകഅത്ത് നമസ്കരിച്ചു. അതിൽ ബഖറയും നിസാവും ആലി ഇമ്രാനും അതേപോലെ മാഇദയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. ചില റിപ്പോർട്ടുകളിൽ ഫമാ സല്ല ഇല്ലാ 4 റകഅത്ത് ഹത്താ ജാഅ ബിലാലുൻ ഇലൽ ഗദ, റസൂലുള്ള 4 റകഅത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിലാൽ എന്നവർ വന്നു എന്നാണ്. എന്തിനാ ബിലാൽ എന്നവർ വന്നത്? ഇലൽ ഗദ എന്നാണ്, ഗദാത്തിന് വന്നു എന്നാണ്. എന്തിനാ ബിലാൽ വരുന്നത്? ബിലാൽ എന്തിനാ വരുന്നത്? ഫജറിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഫജർ ബാങ്ക് വിളിക്കാനുള്ള സമയമെടുത്തിട്ട് വന്നു എന്നാണ് ആര് പറയുന്നത്? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇവിടെ ഞാനിത് കേൾപ്പിച്ചത് സുബ്ഹാന റബ്ബിയൽ അഅല, അവിടെ അൽ അഅല എന്ന അള്ളാഹിൻ്റെ പേര്. എൻ്റെ റബ്ബ് അവൻ പരിശുദ്ധനാകുന്നു, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എൻ്റെ റബ്ബ് ആരാണ്? അൽ അഅല, പരമോന്നതനാകുന്നു എന്നാണ്. അള്ളാഹു പരമോന്നതനാകുന്നു. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഅ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഖാല സുബ്ഹാന റബ്ബിയൽ അഅല, റസൂലുള്ള നിസ്കാരത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓത്തിനോട് പ്രതികരിക്കും. കാരണം എന്താ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞാൽ നിൻ്റെ നാഥൻ്റെ നാമം നീ പരിശുദ്ധപ്പെടുത്ത്,
നിൻ്റെ നാഥൻ ആരാണ്? അൽ ആല, അവൻ പരമോന്നതനാണ്. അപ്പോൾ പരമോന്നതനായ നിൻ്റെ നാഥൻ്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്താനാണ് ആജ്ഞ അവിടെ. അപ്പോൾ റസൂലുള്ള പറയും സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന റബ്ബിയൽ ആല. ആ കൽപ്പനയോട് ഓത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ചൊല്ലി പ്രതികരിക്കുമെന്നാണ്. ഇവിടെ അൽ ആല എന്ന അള്ളാഹുവിൻ്റെ പേര് പ്രമാണവചനങ്ങളിൽ വന്നത്. അത് മനസ്സിലാക്കാനാണ് ഈ ഒരു സംഭവം ഞാനിവിടെ പ്രത്യേകം ഉണർത്തിയത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, രാത്രി സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം അള്ളാഹുവിന് വിനയാന്വിതനായ ദാസനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഇന്ന് ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു മടുപ്പും പ്രയാസവും വരുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ എന്താ ഓതണമെന്നുള്ളത് നമുക്ക് വിവരം ഉണ്ടാകണില്ല. അതിൻ്റെ മാന എന്ത് തേട്ടെന്ത് നമ്മൾ അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിൻ്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ അള്ളാഹിനോട് റഹ്മത്തിനെ തേടി, അദാബിൻ്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ അദാബിൽ നിന്ന് രക്ഷയ്ക്ക് തേടി, അള്ളാഹുവിന് തസ്ബീഹിൻ്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിച്ച് ഓത്തിനോട് പ്രതികരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഓതുന്നത്. കാരണം എന്തുകൊണ്ട്? അത് അറിയണതുകൊണ്ട്, ഓതുന്നത് എന്ത് എന്നുള്ളത് അറിയണതുകൊണ്ട്. അതേസമയം ഓതുന്നത് എന്ത് എന്നറിഞ്ഞില്ല എങ്കിൽ നമുക്കൊക്കെ എന്ത് വരും? ദീർഘനേരം ഓത്ത് അത് ഒരു പ്രയാസാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓതുന്നത് എന്ത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് ഇവിടെ വിഷയം. എന്ത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്ത് ഞാൻ ഇവിടെ തന്നെ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. അൽ ഖാഹിർ ബില്ല എന്ന പറയുന്ന ഭരണാധികാരിയുടെ അടുക്കൽ, അബ്ബാസികളിൽ ഒരു ഭരണാധികാരിയാണ് അൽ ഖാഹിർ ബില്ല. അയാളുടെ അടുക്കലേക്ക് ഒരു ജൂത യുവാവ് കടന്നു വന്ന സംഭവമുണ്ട്. ജൂതൻ, നല്ല ഒരു യൗവനം, യുവത്വത്തിൻ്റെ തുടിപ്പ്, പ്രസരിപ്പ് മുഖത്ത് ദർശിക്കാവുന്ന ഒരു സുന്ദരൻ കടന്നു വന്നു. അപ്പോൾ ഖാഹിർ ബില്ലക്ക് അയാൾ ജൂതനെന്ന് കേട്ടപ്പോൾ അയാളെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താൻ ആഗ്രഹം. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച്. ആര്? ഖാഹിർ ബില്ല ഖലീഫ. ജൂതൻ ക്ഷുഭിതനായി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അയാൾ ഖലീഫയെ മുഖം കാണിക്കാൻ വന്നതേ അല്ല. ഒരു വർഷത്തിന് ശേഷം ഈ യുവാവ് പിന്നെ വന്ന്. എങ്ങനെ വന്നത്? ഒരു വർഷത്തിന് ശേഷം മുസ്ലിമായിട്ടാണ് വന്നത്. ഖലീഫനോട് പറയാണ് എന്താണ് മുസ്ലിമാകാനുള്ള അയാളുടെ കാര്യം, സാഹചര്യം. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അയാൾ പറഞ്ഞത് അയാൾ നല്ല ഒരു വരക്കാരനാണ്, വരക്കും, നന്നായി എഴുതും. അങ്ങനെ അയാൾ തൻ്റെ ആ നൈപുണ്യത്തിൽ അയാൾ വരച്ചു, എഴുതി. അയാൾ എന്താ ചെയ്തറിയോ? തൗറാത്ത് എഴുതി. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അയാളെ വക കുറേ കൂട്ടി, കുറേ ഉള്ളത് കുറച്ചിട്ടാണ് അയാൾ തൗറാത്ത് എഴുതിയത്. എന്നിട്ട് അത് ജൂത പണ്ഡിതന്മാർക്ക് കൊണ്ടേ കൊടുത്തു അയാളെ എഴുത്ത്. അപ്പോൾ ഇമ്പം മാറുന്ന എഴുത്ത്, സുന്ദരമായ എഴുത്ത് കണ്ടപ്പോൾ പണ്ഡിതന്മാരത് വാങ്ങി വെച്ച്. കാരണം എന്താ? അത്ര സുന്ദരമായിട്ടുള്ള എഴുത്താണ്. അവർക്കതറിയില്ല, അതിൽ കട്ടതും വെട്ടിയതും അവർക്കറിയില്ല. അവർ വാങ്ങി വെച്ച്, നല്ല എഴുത്ത് കണ്ടപ്പോൾ വാങ്ങി വെച്ച്. പിന്നെ ബൈബിൾ എഴുതിയെന്നാണ്. അതും ഇങ്ങനെയാണ്, കുറേ കട്ടും വെട്ടിയാണ് എന്ത് ചെയ്തത്? അയാൾ എഴുതിയത്. സുന്ദരമായ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി. അത് ക്രൈസ്തവ നേതാക്കന്മാർക്ക് കൊണ്ടേ കൊടുത്ത്. അവരും അത് ഹൃദ്യമായി സ്വീകരിച്ചു, അയാളെ പ്രശംസിച്ച് പുകഴ്ത്തി. ഈ ചങ്ങാതി തന്നെ എന്ത് ചെയ്ത്? ഖുർആനും എഴുതി, പകർത്തി എഴുതിയപ്പോൾ കുറേ വെട്ടി, കുറേ മുറിച്ച് മാറ്റി എഴുതി. എന്നിട്ട് അത് എന്ത് ചെയ്തു? ഈ മുസ്ലിമീങ്ങളിൽ വറാക്കുകളുണ്ട്, പേപ്പറൊക്കെ വാങ്ങണ അങ്ങനത്തെ ആളുകൾ, അവർക്ക് കൊണ്ടുപോയിട്ട് കൊടുത്ത്, ഞാൻ ഖുർആൻ എഴുതിയതാണ്, സുന്ദരമായ എൻ്റെ എഴുത്താണെന്ന്. അത് മുസ്ലിമീങ്ങൾ, ആ കടയിലുള്ള ജോലിക്കാർ അന്ന് കണ്ട മാത്രമല്ല, അവർ നോക്കിയിട്ട് അവരത് ചീന്തിയണ്ടെറിഞ്ഞ് ഇട്ട്. അവർ പറഞ്ഞത് ഖുർആനല്ല, ഖുർആനിൽ ഇങ്ങനത്തെ ഖുർആനോ, കുറേ കട്ടിട്ടിരിക്കുന്നു, കുറേ വെട്ടിയിരിക്കുന്നു, കോട്ടി മാറ്റിയത്, ഇത് ഖുർആനല്ല എന്ന് പറഞ്ഞത് ചെയ്ത് അവരത് ഒഴിവാക്കി. ഇയാൾ യഥാർത്ഥത്തിൽ അയാളൊരു പ്രതിഭയായിരുന്നു, നിപുണനായിരുന്നു, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. മുസ്ലിമീങ്ങൾ അവരവരുടെ വേദഗ്രന്ഥത്തിൽ കൂറുള്ളവരും അത് നന്നായി പഠിക്കുന്നവരും അറിവുള്ളവരുമാണ് എന്നുള്ളത് ഈ സാധാരണക്കാരിൽ പയറ്റി തെളിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇതാണ് സത്യം. ഇവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അമാനത്ത് കൊണ്ട് നടക്കുന്നവർ എന്ന് പരീക്ഷിച്ച് തെളിഞ്ഞിട്ടാണ് അയാൾ ഇസ്ലാം സ്വീകരിച്ചത്. അതാണ് അദ്ദേഹം അബ്ബാസി ഖലീഫ അൽ ഖാഹിർ ബില്ലയോട് വന്നിട്ട് സമ്മതിച്ചത്, ഞാൻ അതുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കണത്. മനസ്സിലായി? നോക്കണം നിങ്ങൾ, ഒരു കാലത്ത് മുസ്ലിം സാധാരണക്കാർ അവരുടെ വിശുദ്ധ ഖുർആനിലെ പരിജ്ഞാനാണ്. ഇന്ന് പല മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ സൂറത്തുൽ ഫാത്തിഹ, ഖതീബ് ഇന്ന് ഖുതുബ പറഞ്ഞില്ലേ, സൂറത്തുൽ ഫാത്തിഹ തെറ്റാതെ ഓതാൻ കഴിയുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്? അക്ഷരങ്ങൾ ശരിയാക്കി മഖാരിജുകൾ ഒപ്പിച്ച് ഓതാൻ കഴിയുന്ന എത്ര മുസ്ലിമീങ്ങൾ? അതിൻ്റെ മാന, ആശയം അറിയുന്ന എത്ര മുസ്ലിമീങ്ങൾ?
അതേപോലെ ഖിസാറു സൂവർ, ചെറിയ സൂറത്തുകൾ പോലും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതാൻ കഴിയുന്നത്ര മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്സത്തിലേക്ക് മടക്കട്ടെ. മനസ്സിലായി? പറഞ്ഞു വരുന്നത്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ നിഴലിക്കണം, പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% അനുകരിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിവിൻപടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അൽ ആല എന്ന പേരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയപ്പോൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവുമായി ബന്ധപ്പെട്ടുള്ളതായ സംസാരം അതായിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ പ്രീതിപ്പെടുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ, സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നല്ലൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റ് നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه الديار، ديار الحرمين الشريفين، أمنها ورجال أمنها. اللهم احفظ لها رخاءها واستقرارها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.